ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി പ്രതിഷേധിക്കുകയാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തുമ്പോൾ നൽകിയ ടോക്കണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ UDF സ്ഥാനാർത്ഥി ഇപ്പോൾ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ കൂടി ചേരുകയാണ്. ജോസഫ്, എന്തൊക്കെയാണ് ഇപ്പോൾ ഉണ്ണിത്താൻ പറയുന്നത്? ഉണ്ണിത്താൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. തുടക്കും. ആ 10 മണിക്ക് തുറക്കുമ്പോൾ ആരാണോ ഒന്നാമത് നിൽക്കുന്നത്, അത് സ്വതന്ത്രനായാലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ഒന്നാമത് നിൽക്കുന്ന ആൾ ഞാൻ ഒന്നാമത്തെ കൂപ്പൺ കൊടുക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കളക്ടർ ഓഫീസ് 10 മണിക്ക് തുറക്കും. ഞാൻ 9 മണി തൊട്ട് 1 മണിക്കൂർ ഇവിടെ നിൽക്കുകയാണ്. 1 മണിക്കൂർ നിൽക്കുകയാണ്. എൻ്റെ മുമ്പിലും ആരുമില്ല, പുറകിലും ആരുമില്ല. ഒരു DYFP വന്ന് പറഞ്ഞു നേരത്തെ ഒന്നാമത്തെ കൂപ്പൺ കൊടുത്തുപോയി, രണ്ടാമത്തെ വേണേൽ തരാമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ അതാണോ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത? നമ്മളും അവരുമായിട്ടൊന്നും യാതൊരു ഓപ്പറേറ്റിംഗ്സ് ഇല്ല. കളക്ടർ ഒരു വാക്ക് പറഞ്ഞു, കളക്ടർ അത് ലംഘിച്ചു. അത് ഭരണത്തിന്റെ സ്വാധീനമാണോ ഇല്ലയോ നമുക്കറിയണ്ടേ? ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ ഉണ്ണിത്താൻ പറയുന്നത് ആദ്യം എത്തിയത് താനാണ്, തനിക്കാണ് അത് പ്രകാരം ടോക്കൺ ലഭിക്കേണ്ടത്, പക്ഷേ LDF സ്ഥാനാർത്ഥിക്ക് കൊടുത്തു. ഇതിലുള്ള പ്രതിഷേധമാണോ? അജിൻഷാദ്, ഈ ടോക്കണിനെ ചൊല്ലിയിട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ കലാശിച്ചത്. ഏതൊക്കെയാലും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് 9 മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MP ബാലകൃഷ്ണന് നൽകിയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതായത് ഈ കളക്ടർ രാഷ്ട്രീയപരമായി രാഷ്ട്രീയ കളികൾ കളിക്കുന്നു എന്ന രീതിയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചത്. ആദ്യം തന്നെ ടോക്കൺ അർഹതയുണ്ടായിരുന്ന തന്നെ തഴയുകയാണ് ഉണ്ടായത്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. എനിക്ക് 10നും 12നും ഇടയിൽ നാമനിർദ്ദേശ പത്രിക നൽകണമെന്നാണ് മുഹൂർത്തം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എത്തി ടോക്കണിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഇത് ടോക്കൺ കരിഞ്ചന്തയിൽ വിറ്റുപോയ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഏതൊക്കെയായാലും അദ്ദേഹം ഈ കളക്ടർക്ക് ഞാൻ നാമനിർദ്ദേശ പത്രിക തരില്ല, പകരം മറ്റൊരു ഉദ്യോഗസ്ഥന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. MP ബാലകൃഷ്ണനും ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി കാത്തിരിക്കുന്നുണ്ട്. ഏതൊക്കെയായാലും അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തിൽ AK മഷറഫ് MLA അടക്കം ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഏകപക്ഷീയമായ തീരുമാനമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അജിൻഷ, ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്മാറി പത്രികാ സമർപ്പണം തുടങ്ങി അല്ലേ ജോസഫ്? അതെ, അദ്ദേഹം RRD ഓഫീസർക്കാണ് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിക്കുന്നത്. അദ്ദേഹം ഈ കളക്ടർക്ക് എന്ത് കാണിച്ചാലും അദ്ദേഹം രാഷ്ട്രീയപരമായി കളികൾ കളിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കളക്ടർക്ക് നാമനിർദ്ദേശ പത്രിക തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധവുമായി RRD ഓഫീസിൽ പോയി അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അജിൻഷ, ശരി. ജോസഫ് അഗസ്റ്റിനാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. ടോക്കണുമായി ബന്ധപ്പെട്ട് പത്രികാ സമർപ്പണത്തിനുള്ള ടോക്കണുമായി ബന്ധപ്പെട്ടാണ് തർക്കം. താനാണ് ആദ്യം ക്യൂവിലെത്തിയെന്നും തനിക്കാണ് ആദ്യം ലഭിക്കേണ്ടതെന്നുമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്നു. ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഒഴിവായി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.